ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം, ഇന്ത്യയിൽ തന്നെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 250 കിലോമീറ്റർ എങ്കിലും ഈ കേബിൾ വലിച്ച കമ്പനി ആയിരിക്കണം ഇത് കൊടുക്കേണ്ടത് എന്ന 3 നിബന്ധനകളുണ്ടായിരുന്നു. ഈ 3 നിബന്ധനകളും LS കേബിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ വർക്ക് കിട്ടിയ കമ്പനി കാറ്റിൽ പറത്തി. LS കേബിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിക്കാണ് കിട്ടിയത്. അവരിത് അവരുടെ ഹരിയാനയിലെ ഫാക്ടറിയിൽ ഇങ്ങനെ കേബിൾ ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അവർ ചൈനയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇത് ഫോണിനും LCD ബോർഡിനും അറിയാം. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ 3 നിബന്ധനകൾ ലംഘിച്ചു. ഇന്ത്യൻ മെയ്ഡ് വേണമെന്നുള്ളത് ലംഘിച്ചു, ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നുള്ളത് ലംഘിച്ചു, 250 കിലോമീറ്റർ കേബിളെങ്കിലും കഴിഞ്ഞ 5 വർഷം വലിച്ച കമ്പനിക്കായിരിക്കണം കൊടുക്കേണ്ടതെന്നുള്ളത് ലംഘിച്ചു. ഇതിപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ല. സാധാരണഗതിയിൽ ഇന്ത്യൻ കേബിളുകൾക്ക് 25 വർഷത്തെ കാലാവധിയുണ്ട്. 25 വർഷത്തെ കാലാവധിയുണ്ട്. ഇത് ഏത് സമയം വേണമെങ്കിലും പോവാം. അപ്പോൾ എല്ലാ നിബന്ധനകളെയും ലംഘിച്ചുകൊണ്ട് വില കുറഞ്ഞ കേബിളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. 2 പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഇതിൻ്റെ അകത്ത്. പോയിന്റ് ഓഫ് പ്രസൻസ് POP അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രസാദിയ കമ്പനിക്കാണ്. അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബന്ധത്തുള്ള കമ്പനിക്കാണ്. ആ കമ്പനി പ്രീ ഫാബ്രിക്കേഷൻ സ്ട്രക്ചർ അവരും ഈ കരാറിൽ മാറ്റം വരുത്തി ചൈനയിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തത്. അവർക്ക് ആ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ചോർച്ചയാണ്. ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ്. അതും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സംഭവമാണ് ഈ POP ഈ പ്രസാദിയ കമ്പനി ചെയ്തിരിക്കുന്നത്. ഈ 2 ആരോപണങ്ങൾ ആധികാരികമായി ഗുരുതരമായി ഈ ആരോപണങ്ങൾ ഫോൺ സംബന്ധിച്ച് ഞങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കുകയാണ്. അതായത് ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ സ്ഥാപിച്ചത് സംബന്ധിച്ചും പോയിന്റ് ഓഫ് പ്രസൻസ് പ്രീ ഫാബ്രിക്കേഷൻ